Hi guys, reached Jaipur. So ജയ്പൂരിലെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഹവാമഹലിലേക്കാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹവാമഹലിൻ്റെ ഉള്ളിൽ കയറാൻ കുറച്ച് പണിയുണ്ട്, കുറച്ചിങ്ങനെ കറങ്ങിയൊക്കെയാണ് വരേണ്ടത്. അവിടെ ടിക്കറ്റും ഉണ്ട്. ടിക്കറ്റ് സ്റ്റുഡൻസ് ഐ ഡി കൊടുത്താൽ നമുക്ക് 22 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും. ഇതാണ് ഹവാമഹലിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ പോകാണ്ട് അതിൻ്റെ ഉള്ളിൽ പോകാണ്ട് ഒരുപാട് ഉള്ളിലോട്ട് പോകാനുണ്ട്. പിന്നെ സ്റ്റെപ്പ് കയറി മുകളിലോട്ടും പോകാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. സോ ദിസ് ഈസ് ഡേ 2. ഡേ 1 ഹവാമഹലിൽ പിന്നൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു വെച്ചൊക്കെ. ഇപ്പം ഞങ്ങളിത് ആമേർ ഫോർട്ടിലാണ്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഐസ്ക്രീം കഴിക്കാനൊരു കാരണമുണ്ട്. ബിക്കോസ് നിങ്ങൾക്കറിയാമായിരിക്കും അത്രയും ചൂടും അത്രയും ഹൈറ്റിലുള്ളത് ആമേർ ഫോർട്ട്. സോ അതിന് വേണ്ടി എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തണുത്തത് എന്തെങ്കിലും ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത് മാത്രമാണ് ഐസ്ക്രീം. പിന്നെ ഒരുപാട് മുകളിലോട്ട് നടക്കാനുണ്ട്. സോ കയറ്റം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നോർമലാണ്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഈ ആമേർ ഫോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര ഒരു എന്താ പറയുക, പ്രൗഢിയും ആ ഒരു രാജസ്ഥാൻ രാജമഹൽ രാജകൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ ആ മലനിരകളിൽ കാണുന്ന മറ്റേ ചൈന വൻമതിൽ പോലുള്ള മതിലുകളാണ് നിറച്ചും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. കുറച്ചൊന്നല്ല, ഒരുപാട് കയറണതേ ഉള്ളൂ. പക്ഷെ ആ ഒരു നമ്മളിങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മൂവീസിലൊക്കെ കാണില്ലേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ PS1 ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. സോ എനിക്കങ്ങനെ തോന്നുന്നു. ഇതാണ് സോ ഞങ്ങളിപ്പം ബോട്ടിൽ ഫില്ല് ചെയ്യാൻ പോവാണ്. സോ ഇനി ഒരുപാട് നടക്കാറുണ്ട്. അങ്ങനെ ആമേർ ഫോർട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളെത്തി. അവിടെയും ടിക്കറ്റ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് സമാധാനത്തോടെ, ഇവിടെയൊക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള തണുപ്പുണ്ട്, കാരണം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഫോറിൻ നിന്ന് മാത്രമല്ല, ഫോറിൻ നിന്നും വരുന്നുണ്ട്, ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല. ആ മലകളൊക്കെ ആ ഒരു ആരവല്ലി മലനിരകളുടെ ഐ തിങ്ക് സ്റ്റാർട്ടിംഗ് ആണ് തോന്നുന്നു. യെസ്, സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തി. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കണം ഇതിൻ്റെ ഒരു ഹൈ പൊസിഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അങ്ങനെ മുകളിലേക്ക് എത്തി. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഫുള്ള്. ഇവിടുന്നാണ് ഞങ്ങൾ കയറിയത്. ഇത് അതിൻ്റെ തൊട്ട് പുറകെ മല, ഇത് ഇവിടുത്തെ ആമേർ സിറ്റി, ഇതിന് മുന്നിലുള്ള തടാകം. ഹായ്, ഇവിടെ ഞങ്ങൾ ഈ സ്ഥലത്തിന് പറയുന്ന പേര് മിറർ വാൾ എന്നാണ്. ഭാരതി इसको क्या बोलते हैं? शीश महल मतलब മിറർ महल मतलब പാലസ്. ഇവിടെ ഫുള്ള് വാളിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഫുള്ള് കാണാൻ പറ്റും. ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. അവിടുത്തെ കെട്ടിടത്തിന്റെ സ്ട്രക്ചറാണിത്. ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടാവും. ഓരോ കളറും ഈ രാജസ്ഥാനിൽ തന്നെ, ജയ്പൂരിൽ തന്നെ ഈ കളറാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്.
വളരെ എന്താ പറയുക അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അമേസിങ് ആണ് തോന്നിക്കുന്ന തരത്തിലുള്ള കളറാണ്. മേ ബി പണ്ടേ അതേ കളർ തന്നെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ ഈ ഒരു വാൾ പ്രിൻ്റ് ഒക്കെ കാണുന്നില്ല, എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഇത്. എന്താ പറയുക, ഈ സ്ഥലത്ത് മേ ബി ലേഡീസൊക്കെ വന്ന് നിൽക്കുന്നത്. ഫോർട്ട് ഉണ്ട് ഈ കാണുന്ന ജയഗഡ് ഫോർട്ട്. അവിടത്തേക്ക് വരണമെങ്കിൽ ഇതുപോലെ ഒരുപാട് നടന്ന് വരണം. അത്രയ്ക്കും ക്ഷീണിച്ചു, അത്രയ്ക്ക് ടയർഡായി. കാരണം നല്ല ചൂടും ഉണ്ടായിരുന്നു, ഫുൾ സ്വെറ്റായി, ഫുൾ ക്ഷീണമായി. കുറച്ച് സമയം അവിടെ നിന്ന്, പക്ഷെ അവിടെ അങ്ങനെ വലുതായിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഓക്കെ, ഇറ്റ് വാസ് ഗുഡ്. ഗൈസ്, ഞങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആരോ നടത്തുന്ന ഫംഗ്ഷനാണ്. മീൻസ് അത്രയും സ്ഥലത്ത് എന്താ പറയുക, ആദ്യം വിചാരിച്ച ഫിലിം ഷൂട്ടിംഗ് ആണെന്ന്, പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് അവിടെ ആരോ വലിയൊരു റിച്ച് മാൻ വന്ന് ഫംഗ്ഷൻ നടത്തുകയാണെന്ന്. കാണുമ്പോൾ ഒരു വെഡ്ഡിങ് പോലെയുണ്ട്, പക്ഷെ അല്ല, ഫോറിനോ അല്ലെങ്കിൽ ആരോ വലിയ ആൾക്കാരൊക്കെ